ഹായ് ഡിയേഴ്സ്, ഇപ്പൊ ഒരു അടിപൊളി ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ക്രൊയേഷ്യക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോലിക്കായിട്ട് പോകാൻ പറ്റും. സ്പോൺസർഷിപ്പ് ജോലികളാണ്. സോ നമുക്ക് യാതൊരു ക്യാഷും മുടക്കാതെ തന്നെ പോകാൻ പറ്റും. അതായത് ക്രൊയേഷ്യയിലുള്ള ലോജിസ്റ്റിക്സ് അതുപോലെ തന്നെ വെയർ ഹൗസിലേക്കാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു നിയമനം വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു ജോബ് ഫെയർ ആണ് ഇപ്പൊ നടക്കാൻ പോണത്. അതായത് 20ഓളം പൊസിഷൻസിക്കാണ് കേട്ടോ ഇപ്പൊ വേക്കൻസികൾ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് അൺസ്കിൽഡും ഉണ്ട്, സ്കിൽഡും ഉണ്ട്. സോ നമുക്ക് ഈ ഒരു പാക്കർ ജോബുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അൺസ്കിൽഡിൽ വരുന്ന ജോബുകൾ തന്നെയാണ്. അവിടുത്തെ 10ഓളം എംപ്ലോയേഴ്സ് ആണ് ഈ ഒരു ഇവന്റിന് പങ്കെടുക്കുന്നത്. സോ എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം. ഞാൻ എന്തായാലും സ്ക്രീൻ റെക്കോർഡിൽ ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക, അത് മാത്രം ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, സ്പോൺസർഷിപ്പ് ജോബുകളാണ്. സോ നമ്മളുടെ ഈ ഒരു വേൾഡിലുള്ള ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. സോ നമ്മളൊരു ജോബിന് മാത്രം അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ഒരുപാട് കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ഫിനിഷ് മല്ലു പറഞ്ഞൊരു ചാനൽ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതില് ആ ഒരു ബ്രോ ഇപ്പൊ ഫിൻലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ആൾ ഇതേപോലെ ഒരു സ്പോൺസർഷിപ്പ് ജോലിക്കാണ് പോയിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോസിൽ അയാൾ പറയുന്നുണ്ടായിരുന്നു, അതായത് ഞാനൊക്കെ ഒരു 2-3-4 മാസം ഒരുപാട് കമ്പനികളിലൊക്കെ അപ്ലൈ ചെയ്ത ശേഷമാണ് എനിക്ക് ഇതേപോലെ ഒരു സ്പോൺസർഷിപ്പ് ജോബ് കിട്ടിയിട്ട് ഇവിടെ വരാൻ പറ്റിയത് എന്നുള്ളത്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഒറ്റൊരു വേക്കൻസിക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ജോബിന്റെ ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം, എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. ഓക്കെ, എന്തായാലും ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല. ഞാൻ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം കേട്ടോ. സോ അതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ്, ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡന്റ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി നോക്കാം. ഓക്കെ, ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് ആവും എത്തുണ്ടാവുക. അതായത് ക്രൊയേഷ്യ ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസ് ജോബ് ഫെയർ 2025 കേട്ടോ. നമ്മളിതിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എന്താണ് ഈ ഒരു ഇവന്റ് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ക്രൊയേഷ്യക്കുള്ള ലോജിസ്റ്റിക്സിലും പിന്നെ വെയർ ഹൗസും ജോബുകളാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കിവിടെ ഇതിൽ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്നുള്ളത്. സോ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. വെയർ ഹൗസ് വർക്കേഴ്സ്, ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, ലോജിസ്റ്റിക്സ്, അങ്ങനെ കുറേ എണ്ണമുണ്ട്. ഹൂ ക്യാൻ അപ്ലൈ, ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. അതായത് യു നാഷണലിസ്റ്റിനും നോൺ യു നാഷണലിസ്റ്റിനും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അവർക്കൊക്കെ ഒരു വർക്ക് പെർമിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ അപ്ലിക്കൻസിനായിട്ടുള്ള നമുക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് ഈ ഒരു വെയർ ഹൗസിലും ലോജിസ്റ്റിക്സിലുമായി കിടക്കുന്ന വർക്ക്സ് എന്ന് ഇവിടെ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇവിടെ കുറേ എണ്ണം കാണാൻ പറ്റും കേട്ടോ. വെയർ ഹൗസ് വർക്കേഴ്സ്, ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, വെയർ ഹൗസ് സൂപ്പർവൈസേഴ്സ്, ഇൻവെൻട്രി കൺട്രോൾ സ്പെഷ്യലിസ്റ്റ്, ഓർഡർ പിക്കർ പാക്കർ, സപ്ലൈ ചെയിൻ അനലിസ്റ്റ്, മെറ്റീരിയൽ ഹാൻഡലർ, ഷിപ്പിംഗ് ആൻഡ് റിസീവിംഗ് ക്ലർക്ക്, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ അസോസിയേറ്റ്, ലോജിസ്റ്റിക്സ് മാനേജർ, വെയർ ഹൗസ് ക്ലർക്ക്, ഫ്രൈറ്റ് ഹാൻഡലർ, ഡെലിവറി ഡ്രൈവർ, അതായത് EU അല്ലെങ്കിൽ ഗൾഫ് ലൈസൻസ് ഹോൾഡേഴ്സിനാണ് കേട്ടോ പറയുന്നത്. പിന്നെ വെയർ ഹൗസ് അസോസിയേറ്റ്, സ്റ്റോക്ക് കൺട്രോളർ, പാക്കിംഗ് മെഷീൻ ഓപ്പറേറ്റർ, ലോഡ് പ്ലാനർ, കാർഗോ ഹാൻഡലർ, ഇൻവെൻട്രി മാനേജർ, ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള 20 പൊസിഷൻസ് പറയുന്നത്, 20 ജോബ് പൊസിഷൻസ് പറയുന്നത്. ഇനി നമുക്കിവിടെ നോക്കി നോക്കാം ഇത് എന്നാണ് എന്നുള്ളത്. അതായത് ഈ ഒരു ഏപ്രിൽ 15-ാം തീയതി പിന്നെ നമ്മളുടെ മെയ് 9-ാം തീയതി, ഈ ഒരു 2 ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഇവന്റ് നടക്കുന്നത്. ഓക്കെ, ലോക്കൽ ടൈം 9:30 AM to 5 PM ആണ് പറയുന്നത്. ആ ഒരു ടൈമിലാണ് ഇത് നടക്കുന്നത്. ലൊക്കേഷൻ ക്രൊയേഷ്യ. ഓക്കെ, പിന്നെ പാർട്ടിസിപ്പേറ്റിംഗ് എംപ്ലോയേഴ്സ്, ഇതിന് എത്ര എംപ്ലോയേഴ്സ് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. 17 ആൾക്കാർ. ഇവന്റ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. പിന്നെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ രജിസ്റ്റർ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇവന്റ് രജിസ്ട്രേഷൻ ഫോം കാണാൻ പറ്റും കേട്ടോ. സോ നമ്മളിത് ഫില്ലപ്പ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ നെയിം എന്നുള്ളിടത്ത് നമ്മളുടെ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക, പിന്നെ ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ്, നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക, അതൊരു കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ ഉള്ളത് ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് ഇവന്റ്. ഓക്കെ, ഈ ഒരു ഇവന്റ് നമ്മൾ എങ്ങനെയാണ് അറിയപ്പെട്ടത് എന്നുള്ളതാണ്. നമുക്കിവിടെ ഉണ്ട് ഫ്രണ്ട് ഓർ കൊളീഗ്, അഡ്വർടൈസ്മെന്റ്, അതൊക്കെ സോഷ്യൽ മീഡിയ കൊടുത്താൽ മതി. പിന്നെ ഇവന്റ് പാർട്ടിസിപ്പേഷൻ നമുക്കിവിടെ രണ്ടാമത്തെ കാണാൻ പറ്റും, ക്രൊയേഷ്യ ലോജിസ്റ്റിക്സ് വെയർ ഹൗസ് ജോബ് ഫെയർ. ഓക്കെ, അത് ടിക്ക് ചെയ്യുക. ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതാണെന്നുള്ളത് കൊടുക്കുക. പിന്നെ കൺട്രി ഓഫ് യുവർ കറന്റ് റെസിഡൻസ്, ഇപ്പം നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിൽ
അത് കൊടുക്കുക. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കൊടുക്കുക. പിന്നെ കൺട്രി ഓഫ് യുവർ സിറ്റിസൺഷിപ്പ്, ഓക്കെ, അതും നമ്മൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. ദെൻ ലാംഗ്വേജ് സ്കിൽസ്, ഇംഗ്ലീഷ് എന്തായാലും മാൻഡേറ്ററി ആണ്. പിന്നെ വേറെ ഏതെങ്കിലും അഡീഷണൽ ലാംഗ്വേജുകൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. ക്രൊയേഷ്യക്ക് ആയതുകൊണ്ട് ക്രൊയേഷ്യനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. സോ ലാംഗ്വേജ് വേറെ ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഏജ് നമ്മളുടെ ഏതിൻ്റെ ഇടയിലാണ് വരുന്നത് എന്നുള്ളത് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. എഡ്യൂക്കേഷൻ ലെവല്, നമ്മളുടെ എഡ്യൂക്കേഷൻ എന്താണോ അത് കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ ബേസിക് എഡ്യൂക്കേഷൻ, സെക്കൻഡറി, ഹൈസ്കൂള്, ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, അങ്ങനെ കുറേ എണ്ണുണ്ട്. നമ്മളുടെ ഏതാണോ അത് കൊടുക്കുക. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എത്ര ഇയർ ആണ് എന്നുള്ളത് ഇവിടെ ഉള്ളത് കൊടുക്കുക. പിന്നെ സ്കിൽസ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോൾ ഒരു സ്കിൽസ് ഇതിൽ നോക്കുമ്പോൾ നമ്മൾ ഏത് ജോബാണോ നോക്കുന്നത് ആ ഒരു ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ സ്കിൽസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു വെയർ ഹൗസ് വർക്കർ ജോബാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വെയർ ഹൗസ് വർക്കർ ജോബിന് എന്തൊക്കെ സ്കിൽസ് വേണം അതാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ChatGPT ഒക്കെ നോക്കി ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി കേട്ടോ. പിന്നെ ഓൺലൈൻ പ്രൊഫൈല്, അതായത് ലിങ്ക്ഡൈൻ പ്രൊഫൈലാണ് കേട്ടോ പറയുന്നത്. നമുക്ക് ലിങ്ക്ഡൈൻ പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ഓപ്ഷനിലാണ്, നിർബന്ധമല്ല, പക്ഷേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ വരെ പറയുന്നുണ്ട്, ആർ യു ലീഗലി അലൗഡ് ടു വർക്ക് ഇൻ യൂറോപ്പ്, നമുക്ക് ഈ ഒരു യൂറോപ്പിൽ വർക്ക് ചെയ്യാൻ ലീഗലായിട്ട് പറ്റുമോ എന്നുള്ളത് നോ കൊടുക്കുക. സോ ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് ചോദിക്കുന്നുണ്ട്. യെസ്, നമുക്കൊരു വർക്ക് പെർമിറ്റ് അത്യാവശ്യമാണ്. സോ യെസ് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നുണ്ട്, ഡു യു റിക്വയർ വിസ സ്പോൺസർഷിപ്പ് ടു വർക്ക് ഇൻ യൂറോപ്പ്, യെസ് കൊടുക്കുക. ഹാവ് യു വർക്ക്ഡ് ഇൻ യൂറോപ്പ് ബിഫോർ, നമ്മൾ ഇതിനു മുമ്പ് യൂറോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക. അവൈലബിലിറ്റി, എത്ര ടൈംസ് കൊണ്ട് നമുക്കവിടെ ജോയിൻ ചെയ്യാൻ പറ്റും, എനി ടൈം, അല്ലെങ്കിൽ 3 months വേണം, അല്ലെങ്കിൽ 6 months വേണം, ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഒക്യുപ്പേഷൻ, നമ്മൾ നേരത്തെ അതിൽ കുറേ ജോബുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാണോ നമ്മുടെ ജോബ് എന്നുണ്ടെങ്കിൽ അതിൽ അടിച്ചു കൊടുക്കുക. വെയർ ഹൗസ് വർക്കർ. ഈസ് യുവർ യൂറോപാസ് CV റെഡി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു യൂറോപാസ് CV അല്ലെങ്കിൽ ഒരു യൂറോപാസ് കവർ ലെറ്റർ നിർബന്ധമാണ് എന്നുള്ളത്. സോ നിങ്ങളുടെ യൂറോപാസ് CV റെഡി ആണെന്നുള്ള യെസ് കൊടുക്കുക. അത് ഉണ്ടാക്കുക, എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും. അത് നോക്കി നിങ്ങളൊരു യൂറോപാസ് CV ഉണ്ടാക്കുക. പിന്നെ പറയുന്നത്, ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ ഡ്രൈവിംഗ് ജോബ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ EUവിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ ഗൾഫിൻ്റെ ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ വുഡ് യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഇവൻറ്റ്, ഓൺലൈന് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ, ഓൺലൈന് കൊടുക്കുക. ഓക്കെ, ദെൻ പ്രൈവസി പോളിസി അത് ടിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളുടെ പേരുണ്ടാവും. സോ നമ്മൾ ഈ ഒരു ഇവൻറ്റിന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. സോ ഇനി ഒരു ഇൻവിറ്റേഷൻ ഇമെയിൽ വരുന്നതാണ് പറയുന്നത് കേട്ടോ. ഇൻവിറ്റേഷൻ ഇമെയിൽ ഫ്രം അസ് വിത്ത് ദ ലിങ്ക് ടു ജോയിൻ ദ ഇവൻറ്റ്, ആ ഒരു ഇവൻറ്റിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ഇമെയിൽ വരും. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു നമ്മളുടെ പ്രൊഫൈൽ നോക്കിയിട്ട് നമ്മളിതിന് ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെയിൽ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളിതിന് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് മെയിൽ വരും. സോ നമുക്ക് മെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് ജോയിൻ ചെയ്യുക. സോ നമുക്കിങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊരു സ്പോൺസർഷിപ്പ് ജോബ് നേടിയെടുക്കാൻ ഇത് നല്ലൊരു അവസരം തന്നെയാണ്. ഓക്കെ, ക്രൊയേഷ്യയിൽ ഒരു ജോബ് നോക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. അതൊരു സ്പോൺസർഷിപ്പ് ജോബ് നോക്കണം എന്നുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. ഇതുപോലത്തെ ന്യൂസുകളൊക്കെ ഇനി നമ്മളുടെ ചാനലിൽ വരുന്നത് തന്നെ ആയിരിക്കും. പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് Wayfarer Insights, and this channel won't disappoint you, and thanks for watching.